പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് സദ്യയുണ്ട്. ഈ 4 ഓണത്തിനും സദ്യയില്ല. തിരുവോണത്തിന് ഫുൾ സദ്യ, 4ാം ഓണത്തിന് ഫുൾ സദ്യ. തമ്പുരാട്ടി, കൊട്ടാരത്തിലെ തിരുവോണം എങ്ങനെയാണ്, അതായത് തിരുവോണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് കൊട്ടാരത്തിൽ? ഒരു പക്ഷേ എല്ലാ ഭവനങ്ങളിലും ബേസിക്കായിട്ടുള്ള ആഘോഷത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് ഇവിടെ എല്ലായിടത്തും കാണുമായിരിക്കും. പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഉള്ള തിരുവോണം ഇന്നത്തെ തിരുവോണം തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് മഹാരാജ തിരുമനസ് അമ്മാവൻ ചിത്തിരുന്നാൾ മഹാരാജാവിൻ്റെ കാലത്തുള്ള തിരുവോണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. രാവിലെ എണീച്ച് കുളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി വല്യമ്പലം ഓണക്കോടിയെല്ലാം സമർപ്പിക്കും. ഭഗവാന് മഹാരാജാവ് സമർപ്പിക്കും. ഓണക്കോടി സമർപ്പിക്കുന്നതിന് വിഷുവിന് നമ്പി വിഷുക്കൈ നീട്ടം കൊടുക്കും. ഓണത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ അതെന്തായാലും അതൊക്കെ അമ്പലത്തിലെ ചടങ്ങുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓണവില്ലും അതൊക്കെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പച്ചമുറി എന്നൊരു മുറിയുണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് പച്ചമുറി തന്നെ ഇപ്പോഴും. അപ്പോൾ അവിടെ അമ്മാവനും അമ്മൂമ്മയും മഹാറാണി എൻ്റെ അമ്മൂമ്മ സേതു പാർവതിഭായ് അമ്മൂമ്മയും അമ്മാവനും അവിടെ നിൽക്കും. ഞാൻ ബാക്കി എല്ലാവരും കുടുംബത്തിലുള്ള സകലരും, ഡയറക്റ്റ് കുടുംബം ഉള്ള സകലരും അവിടെ എത്തും. പിന്നെ അവരെ ഇപ്പോൾ അച്ഛൻ അങ്ങനെ കല്യാണം കഴിച്ച് വന്നവർ എല്ലാവരും അവിടെ വരും. എൻ്റെ പ്രായമനുസരിച്ച് ആദ്യം അമ്മാവൻ അമ്മൂമ്മയെ നമസ്കരിച്ച് അമ്മാവനും ഓണക്കൊടു. അതൊരു മഞ്ഞ മുക്കിയ പുളിയിലക്കര മുണ്ടാണ്. മഞ്ഞ മുക്കിയ പുളിയിലക്കര മുണ്ടാണ്. അത് അപ്പം തന്നെ അമ്മാവൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ അമ്മാവൻ അമ്മൂമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കും. അമ്മാവൻ നമസ്കരിച്ചായിട്ട് വാങ്ങിക്കുന്ന കൊടുക്കുന്നതൊക്കെ. പിന്നെ മൂപ്പുമാരെ അനുസരിച്ച് അമ്മാവനെ അമ്മൂമ്മയെ നമസ്കരിക്കും. രണ്ടുപേരൊക്കെ ഓണക്കോടി കിട്ടും. അമ്മ കഴിഞ്ഞാൽ ഉത്രാടത്തിന് നാൾ ഇളയമ്മാവൻ മാർത്താണ്ഡത്തിന് വെച്ച് അമ്മാവനാണ് എടുത്തത്. പിന്നെ അക്ക, പിന്നെ ഞാൻ, പിന്നെ അനിയൻ, പിന്നെ കല്യാണം കഴിച്ച് വന്നവർ, അച്ഛൻ, അമ്മച്ചി, അങ്ങനെ അവരെല്ലാവരും. അത് എഗെയിൻ ഓർഡർ ഓഫ് അച്ഛനാണ് പിന്നെ അടുത്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അമ്മാവനെ അമ്മൂമ്മയും നമസ്കരിച്ച് ഓണക്കോടി കിട്ടും. ഞങ്ങൾക്ക് ഓണക്കോടി അച്ഛനും അല്ലെങ്കിൽ അമ്മയും തരാറില്ല. പിന്നെ എല്ലാം അവർ തന്നല്ലോ അത് മതി എന്ന് പറയും. കാരണവരാണല്ലോ തരുന്നത്. അതെ, വിഷുവിന് മാത്രം അമ്മേരൊക്കെ വഴക്കുടിച്ച് 1 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. 1 രൂപയോ 2 രൂപയോ മറ്റോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അമ്മ, വിഷുവിന് മാത്രം. അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ മുറി വരും അമ്മാവൻ. ഈ മുറിയിൽ വന്ന് അവിടെ നിൽക്കി ഒരു മേശ, ഈ മേശ തന്നെയാണെന്ന് തോന്നുന്നു, അതിലൊരു തുണിയെല്ലാം വിരിച്ച് അതിൻ്റെ മുകളിൽ ഓണക്കോടിയെല്ലാം എന്താ ഓണക്കോടി, ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ പട്ടുപാവാട ആയിരിക്കാം, അല്ലെങ്കിൽ മുണ്ടര, അതെല്ലാം ഏതാണെങ്കിലും ശരി, അതൊരു കൊച്ചു മഞ്ഞത്തോർത്തി കെട്ടി ആണ് തരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇന്നും അത് മഞ്ഞത്തോർത്ത്. അത് ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മുറ്റത്തൊരു ഗണപതിയുണ്ട്, വിളിച്ചാൽ കേൾക്കുന്ന ഗണപതിക്ക് ഉള്ള ഓണക്കോടിയുണ്ട്. അത് ഓണക്കോടി വെച്ചൊരു ഈ മഞ്ഞത്തോർത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരു ഓണവില്ലുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന മറ്റേ പാരമ്പര്യമായിട്ടുള്ള ഓണവില്ലല്ല ഇത്. കൊട്ടാരത്തിൽ തന്നെ എവിടെയോ ആരും ഉണ്ടാക്കി ചുമപ്പ് ഇങ്ങനെ മഞ്ഞ കൊണ്ട് വരച്ച്, അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് അമ്പും വില്ലും ഒരു മഞ്ഞത്തോർത്ത്, ഒരു ഈർക്കിലൊരു ഇല കൊണ്ട് അമ്പും മറ്റേ അമ്പും മര അമ്പും ഉണ്ട്. ഇത്ര ഓരോരുത്തർക്കും ഉണ്ട്. ആ ഒരു സെറ്റ് മുഴുവനും ഗണപതിക്കുമുണ്ട്. അപ്പോൾ ആദ്യം ഗണപതിക്ക് അവിടെ ചാർത്തും. മഹാരാജാവാണോ അതോ അല്ല, തേവാരിയെ കൊണ്ട് അത് 4 ദിവസം അവിടെ ഉണ്ട്. പിന്നെ അത് മാറ്റുകയാണ്. ഗണപതിക്ക് ചാർത്തും. ഇപ്പോൾ പത്മനാഭസ്വാമിക്ക് അവിടുത്തെ ഓണവിൽ ചാർത്തും പോലെ ഇവിടുത്തെ ഗണപതിക്ക് ചാർത്തി ആ മഞ്ഞ തോർത്തെല്ലാം 4 ദിവസം മഞ്ഞ തോർത്ത് ഗണപതിയെ ഉടുപ്പിക്കും, പുതയ്ക്ക് ചാർത്തി. അതങ്ങനെ. അപ്പം ഞങ്ങൾക്കൊക്കെ മഞ്ഞ തോർത്തുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഓർഡർ ഓഫ് പ്രീസിഡൻസ് അനുസരിച്ച് ഞങ്ങളുടെ കുട്ടികളായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ സെക്രട്ടറി ആരെങ്കിലും ഒരു വലിയ ലിസ്റ്റ് വെച്ച് വായിക്കും ഓരോരുത്തരുടെ പേര്. അപ്പോൾ ആദ്യം വരുന്നത് വെളിയിൽ നിന്നുള്ള ഗസ്റ്റുകളാണ്, അമ്പലത്തിലെ ഓഫീസേഴ്സ്, അല്ലാത്ത ഓഫീസേഴ്സ്, ഈ പലരും അല്ലാത്ത പേരുണ്ട്, നമ്മുടെ ഇതിലുള്ളതല്ല, പക്ഷേ അവർ വരും. അങ്ങനെയുള്ളവർ, കൊട്ടാരത്തിലെ ഓഫീസേഴ്സ്, വലിയ കൊട്ടാരത്തിലെ ഓഫീസേഴ്സ്, അവരൊക്കെ വരും. അവരെല്ലാം വന്ന് പിന്നെ നമ്മുടെ റിലേഷൻസ്, കസിൻസ്, സിസ്റ്റർ, അമ്മൂമ്മേൻ്റെ സിസ്റ്റർ, അതൊക്കെ അവിടെയാണ്. പക്ഷെ അല്ലാത്ത കസിൻസുണ്ട്.
അവരൊക്കെ ഇവിടെയാണ്. ഈ മുറി വെച്ച് സഹോദരിമാരൊക്കെ അവിടെയാണ്. സഹോദരന്മാർ പച്ചമുറി വെച്ച്. പച്ചമുറിയില്ല. അപ്പോൾ ഇത് ഇവിടെ അവർക്കൊക്കെ മഹാരാജാവ് നേരിട്ടാണോ കൊടുക്കും? അമ്മൂമ്മയും അമ്മാവനും കൊടുക്കും അവർക്കൊക്കെ. ഇവിടെ അമ്മാവൻ മാത്രമേ ഉള്ളൂ, അമ്മൂമ്മയില്ല. ഇല്ല. പിന്നെ സ്റ്റാഫ് അക്കോർഡിംഗ് ടു ഓർഡർ ഓഫ് പ്രസിഡൻസ്, സൂപ്പറുണ്ട്, ഇവർ അങ്ങനെ പറഞ്ഞ് ഒടുക്കലത്തെ തറ തുടയ്ക്കുന്ന വന്ന പയ്യന്മാരുണ്ട്, അതുവരെ എല്ലാവരും സെക്ഷനായിട്ട് വന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഇവരൊക്കെ വരുന്ന മുമ്പ് വേറൊരു സെറ്റുകാർ വരും. അത് ഞങ്ങളിങ്ങനെ കുറച്ച് ജനലിൽ അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. അത് പിന്നെ ജനലിൻ്റെ പുറകിലേക്ക് റിട്രീറ്റ് ചെയ്യും. പിന്നെ ഹറി അത് ആ സെറ്റുകാർ ഞങ്ങളുടെ ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെയല്ലേ പഠിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സാറന്മാരും ടീച്ചേഴ്സും ഒക്കെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരുമിച്ച് കിട്ടുന്ന ഏറ്റവും വലിയ ഹോളിഡേ 4 ദിവസം ഒരുമിച്ച് കിട്ടുന്ന ഓണം ഹോളിഡേയ്സ്. ബാക്കി ആകെപ്പാടെ 10-11 ദിവസമേ ഉള്ളൂ കൊല്ലത്തിൽ ഞങ്ങൾക്ക് ഹോളിഡേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മനസ്സിൽ എപ്പോഴും ഒരു പേടി, ഇവർ നമ്മളെ കണ്ട ടക്കെന്ന് ചാടി പഠിപ്പിച്ച് കളയുമോ എന്ന്. പഠിപ്പിച്ച് കളയുമ്പോൾ ഞങ്ങൾ ഒളിഞ്ഞ് നിൽക്കുക അവർ വന്ന് പോകുന്നവരെ. അപ്പോൾ അങ്ങനെ അത് അവർക്കും ഓണപ്പുടമുണ്ടോ? ഉണ്ട്, അമ്മാൻ തന്നെ കൊടുക്കുന്നത്. മഹാരാജാവിന് കൊടുക്കും. ഈ മഞ്ഞമുണ്ട് കെട്ടി അവർക്കൊക്കെ കൊടുക്കും. പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് സദ്യയുണ്ട്. ഈ 4 ഓണത്തിനും സദ്യയില്ല. തിരുവോണത്തിന് ഫുൾ സദ്യ, 4ാം ഓണത്തിന് ഫുൾ സദ്യ. അത് എല്ലാം സാമ്പാർ, പുളിശ്ശേരി, എരിശ്ശേരി, അവിയൽ, ഓലൻ അങ്ങനെ പറഞ്ഞ് ഫുൾ സദ്യയാണ്. ഈ 2 തിരുവോണത്തിന് 4ാം ഓണത്തിന്. 4ാം ഓണത്തിന് എന്താ വിശേഷം? എന്തോ അങ്ങനെയാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് 4ാം ഓണം. പക്ഷെ അല്ല, അതിനൊക്കെ മുമ്പേ 4ാം ഓണം സദ്യയാണ്. അങ്ങനെ മറ്റേ 2 ഓണവും എപ്പോഴും 4 കറി. അമ്മൂമ്മ എപ്പോഴും പറയുമായിരുന്നു, മലയാളിക്ക് അറിയാൻ മേത്തൊരു കാര്യം, 4 കറി ഉണ്ടെങ്കിൽ സദ്യയായി. 4 കറി വെച്ച സദ്യ. 4 കറിയാണെങ്കിൽ സദ്യയാണ്. അപ്പോൾ ഈ മറ്റേ 2 ഓണത്തിന് 4 കറിയുണ്ട്. അതായത് എരിശ്ശേരി, പുളിശ്ശേരി, ഓലൻ, ചേനയും കായും മെഴുക്കുരട്ടി. പിന്നെ ഇഞ്ചിത്തൈരുണ്ടെങ്കിൽ 1000 കൂട്ടാനെന്നാണ് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഞ്ചിത്തൈര് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇഞ്ചിത്തൈര് പായസം കാണത്തില്ലേ? പായസം കാണും. ഒരു പായസം 4 കറിയിലും ഒരു പായസം പ്രഥമനോ എന്തെങ്കിലും ഒരു പായസം കാണും. മറ്റേ അല്ലാതെ വേറെ ഒന്നും. അപ്പോൾ 1ാം ഓണത്തിനും 3ാം ഓണത്തിനും ഈ 4 കറിയാണോ? 4 കറി. എൻ്റെ കൂടെ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഈ 4 കറി എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സാമ്പാറും കൂടെ ചേർത്തു. ഇന്നിപ്പോൾ ആരെങ്കിലും 4 കറി വേണം അവർക്ക് ഇതൊന്ന് വടയെല്ലാം ഇട്ട കാര്യം, കൂട്ടുകറി, വടക്കൂട്ടുകറി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ട്. ഉള്ളിയെല്ലാം ചേർത്ത്. ശരിക്കും നോക്കുകയാണെങ്കിൽ സാത്വികമായിട്ട് ദിവസം ഉള്ളിയും വെളുത്തുള്ളിയും തൊടാൻ പാടില്ല. ഇപ്പം അമ്പലങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലല്ലോ. പക്ഷെ അതേസമയം ഓരോ സപ്താഹങ്ങൾക്ക് പോകുമ്പോൾ ഈ പരസ്യമായിട്ടുള്ള ഊണുണ്ടല്ലോ, അതിലൊക്കെ ഉള്ളി ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഉള്ളി നിങ്ങൾക്ക് 2 ഗുണം. ഒന്നത് താമസികമായിട്ടുള്ള സാധനം അവിടെ നിന്ന് മാറ്റുകയാണ്, രണ്ടാമത് നിങ്ങൾക്ക് ലാഭവും. ഈ ഉള്ളിയില്ലാതെ ഉള്ളി ഇല്ലാതുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഈ ഉള്ളി ഇല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്താണ് ഈ ഉള്ളി പറ്റൂലല്ലോ. അതില്ല. പക്ഷേ ഈ സപ്താഹങ്ങൾക്കൊക്കെ ഊണുണ്ടല്ലോ പരസ്യമായിട്ട്, അതിലൊക്കെ ഉള്ളി. ഒരു സ്ഥലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞു 5000 രൂപ നിങ്ങൾക്ക് ഡൊണേഷൻ തരാം നിങ്ങൾ ഉള്ളി ചേർത്തില്ലെങ്കിൽ. അവർക്ക് 5000 രൂപ വേണ്ട, അവർക്ക് ഉള്ളി മതി. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇവിടെ പിന്നെ അതൊന്നുമില്ല. അങ്ങനെ പിന്നെ ഊഞ്ഞാലിടും, ഊഞ്ഞാലാട് ഓണസമയത്ത് തന്നെയാണ്. പിന്നെ അത്തപ്പൂ, അത് 10 ദിവസം ഉണ്ടല്ലോ. അതുണ്ട്, അത്തം തൊട്ട്. അതൊക്കെ ചാണകം മെഴുകി നൽകി അതെ, അതൊക്കെ ഉണ്ട്. അതൊക്കെ ജോലിക്കാരാണോ ചെയ്യുന്നത്? അതെ, ഇപ്പോഴും. അതെ, അന്നും ഇന്നും. നഗരത്തിൻ്റെ കഥയിലെ എല്ലാവർക്കും, ആ കുടുംബത്തിനും പ്രേക്ഷകർക്കും ഒക്കെ ഒരു വളരെ നല്ല ഓണം നേരുകയാണ്. സമാധാനത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒരു ഓണം കടന്നു പോകാനായിട്ട് ഭഗവാൻ ശ്രീ പത്മനാഭൻ അനുഗ്രഹിക്കട്ടെ.